മണിക്കൂറിൽ 90 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റ് സ്വാഭാവികമായും ഭീതി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ചുഴലിക്കാറ്റിന്റെ വരവിനോ മുന്നോടിയായി തന്നെ ശക്തമായ കാറ്റും മഴയും തമിഴ്നാടിന്റെ വടക്കൻ തീരദേശ ജില്ലകളിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇപ്പോൾ ബിബിനൊക്കെ പറഞ്ഞതുപോലെ ചെന്നൈ നഗരത്തിന്റെ പ്രധാനപ്പെട്ട താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. കനത്ത മഴയും കാറ്റും അത് ജനങ്ങളിൽ ഭീതി പരത്തുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആശങ്കയുടെ ആവശ്യമില്ല എന്ന് തമിഴ്നാട് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടാൻ പോകുന്നത് രാത്രിയോടുകൂടിയാണ്. അതിനുശേഷം പിന്നീട് ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ചുഴലിക്കാറ്റ് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതകളുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ നിന്ന്, അതായത് താഴ്ന്ന പ്രദേശങ്ങൾ, ശക്തമായ കാറ്റടിച്ചാൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ, ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 13 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ തന്നെ പ്രധാനമായും ക്രിസ്റ്റിന, ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കല്ലുറിച്ചി, കടലൂർ, പുതുച്ചേരി ഈ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ ആന്ധ്രാപ്രദേശിലും വടക്കൻ തീരത്തും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ അതിശക്ത മഴയുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വളരെ വേഗം തന്നെ ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടതാണ്. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകളെ ഒരു അടിയന്തര സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര ദുരന്ത നിവാരണ സേന സർവ്വസജ്ജമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. തമിഴ്നാടിന്റെ വടക്കൻ തീരദേശ ജില്ലകളിലാണ് ഈ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. അതിന്റെ സാന്നിധ്യം വരുന്നതിന് മുൻപ് തന്നെ ശക്തമായ കാറ്റും മഴയും, അങ്ങനെ പ്രകൃതിയിൽ അതിന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനമായും ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പുതുച്ചേരിയിലാണെങ്കിലും തമിഴ്നാടിന്റെ വടക്കൻ തീരദേശ ജില്ലകളിലാണെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ബീച്ചുകൾ എന്നീ പ്രദേശങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള മേഖലകളാണ്. ഈ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ സർവീസുകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വകാര്യ വിമാനത്താവള സർവീസുകൾ പോലും ഇപ്പോഴില്ല. ഇതെല്ലാം ഈ അടിയന്തര കാലാവസ്ഥാ സാഹചര്യം മുൻനിർത്തി സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം മേഖലകളിൽ ആളുകൾ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എത്തുകയോ ചെയ്യരുത്. പ്രധാനമായും പുതുച്ചേരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ പരമാവധി യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. ഈ സമയങ്ങളിൽ കുട്ടികൾ സുരക്ഷിതമായ ഇടങ്ങളിൽ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്ത്രീകൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ വേണം അവർ നിൽക്കേണ്ടത്. ഈ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വമേധയാ തന്നെ ആളുകൾ സ്വീകരിക്കേണ്ടതാണ്. അതിന് പുറമെ സംസ്ഥാന സർക്കാർ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ തന്നെ ഒരു അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിലയിരുത്തിയിരുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയ്ക്കുള്ള പ്രദേശത്താണ് ഈ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ തീരം തൊടാൻ പോകുന്നത്. 100 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കണം. മറ്റൊരു ആശങ്കയായി ക്രിസ്റ്റീന ഇപ്പോഴുള്ളത് ചെന്നൈ നഗരത്തിൽ, അത് നമുക്കറിയാം, ഇതിനു മുൻപും ചെന്നൈ മഴയ്ക്ക് ശക്തമായ തുടർച്ചയായിട്ടുള്ള മഴയിൽ വെള്ളപ്പൊക്കം അനുഭവിച്ചിട്ടുള്ള ഇടമാണ്. അവിടെ നമുക്കറിയാം, അവിടുത്തെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം, അതുപോലെ മറ്റ് സഹായമൊക്കെ എത്തേണ്ടി വരുന്ന സന്നിഗ്ധമായ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തുടർച്ചയായ മഴ നാളെ പുലരുവോളം പെയ്തു കഴിഞ്ഞാൽ അത് ചെന്നൈ നഗരത്തെ മറ്റൊരു വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊള്ള മുൻകരുതൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ആളുകളും ജാഗ്രത പാലിക്കണമെന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണ, ശരി. ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് തന്നെ മനീഷ് മൂർത്തി കൂടി ചേരുകയാണ്. മനീഷ്, കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെന്നൈയിൽ ഉണ്ടായിരുന്ന ആളാണ് മനീഷ് മൂർത്തി. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും, എന്തൊക്കെയാണ് അവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്, ഇതൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് മനീഷ്. അപ്പോൾ ഈ പറയുന്ന ചില ജില്ലകളുണ്ടോ ഇല്ലോ, ഈ ജില്ലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ മരം വീഴുന്നത് മുറിച്ചു മാറ്റാനുള്ള വുഡ് കട്ടറുകൾ അടക്കം, എർത്ത് മൂവേഴ്സ് അടക്കമുള്ള എല്ലാം സജ്ജമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ അവിടെ പൂർണ്ണമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
കൃഷ്ണന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് തന്നെ ഇന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷം സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വർഷം ആദ്യം സമാന രീതിയിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ അതൊരു ദിവസം മാത്രമായിരുന്നു. ഫ്ലാഷ് ഫ്ലഡിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായ മഴയായിരുന്നു. ഒന്നും വലിയ തോതിലുള്ള വെള്ളക്കെട്ടിലേക്കൊന്നും തന്നെ ചെന്നൈ നഗരം പോയിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യം വ്യത്യസ്തമാണ്. 300-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ചെന്നൈ നഗരത്തിൽ മാത്രം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ അത്രയധികം ക്യാമ്പുകൾ തുറക്കുകയോ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തീവ്രമായ തോതിൽ തന്നെ ആയിരിക്കും കര തൊടുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ മാത്രമല്ല, നമുക്ക് ആ സീഷോർ കടലോര മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാരക്കൽ മുതൽ പുതുച്ചേരി, കാരക്കൽ, അതുപോലെ തന്നെ ചെങ്കൽപ്പെട്ട്, ചെന്നൈ തുടങ്ങിയ ആ ഒരു ജില്ല, തിരുവള്ളൂർ വരെയുള്ള ആ ഒരു മേഖല തീർച്ചയായും ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തന്നെ അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കേണ്ട മേഖലകൾ തന്നെയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. കാരണം പ്രത്യേകിച്ചും ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ മറീന ബീച്ച്, പട്ടണപ്പാക്കം, അതുപോലെ തന്നെ റായപുരം പോലുള്ള മേഖലകൾ, ബസന്ത് നഗർ പോലുള്ള മേഖലകളിലെല്ലാം ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് കടലിനോട് ചേർന്ന് തന്നെ ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടങ്ങളിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ എന്തായാലും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാറ്റിൻ്റെ വേഗം സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഈ ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു. അതായത് ചുഴലിക്കാറ്റ് കാര്യമായ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, 65 കിലോമീറ്റർ ആയിരിക്കും വേഗം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി സ്ഥിതി വീണ്ടും മാറുകയാണ്. അതായത് ചുഴലിക്കാറ്റിൻ്റെ ഈ ഒരു സഞ്ചാര വേഗം പോലും മാറുന്ന ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴാണ് ഇത് കൃത്യമായി കര തൊടുക എന്നൊരു സമയം പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 13 കിലോമീറ്ററാണ് ഈ സഞ്ചാര വേഗമെന്ന് പറയുന്നത്, ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാര വേഗമെന്ന് പറയുന്നത്. അത് വളരെ വളരെ പതുക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസത്തേക്ക് ശക്തമായ മഴ പ്രവചിക്കപ്പെടുന്നതും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള ചില ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഇടങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട മഴയുടെ കണക്കുകൾ കൂടി വരുന്നുണ്ട്. അത് ചെന്നൈയിലാണെങ്കിൽ നമുക്ക് കത്തിവാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്, നോർത്തേൺ ചെന്നൈയിലുള്ള കത്തിവാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 12 സെൻറ്റിമീറ്റർ ആണ് ഇതുവരെ, ഏകദേശം ഉച്ചവരെയുള്ള ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു കണക്കെന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. അത്രയധികം മഴ എന്തായാലും ചെന്നൈയുടെ നോർത്തേൺ മേഖലയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സിറ്റിയിൽ ആവറേജായി, അതായത് ചെന്നൈ നഗരത്തിൽ ആകെ 6 മുതൽ 9 സെൻറ്റിമീറ്റർ വരെ മഴയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മഴ വളരെ ശക്തം തന്നെയാണ്. പിന്നെ ചെന്നൈ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് മഴ പെയ്താൽ പോലും പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു നിലയുണ്ട് ചെന്നൈയിൽ. പ്രത്യേകിച്ചും വടപളനി പോലുള്ള മേഖലകൾ, നമ്മുടെ ഓഫീസ് നിലനിൽക്കുന്ന ഉള്ള മൗണ്ട് റോഡ് പോലുള്ള മേഖലകളിലെല്ലാം തന്നെ കാര്യമായ അർത്ഥത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകും. അത് മഴ മാറിയാലും ഏകദേശം 2-3 ദിവസങ്ങളെടുത്താണ് ആ വെള്ളക്കെട്ട് പൂർണ്ണമായും തന്നെ മാറ്റാൻ സാധിക്കുക. അത് കൃത്യമായി തന്നെ ഈ പറഞ്ഞ രീതിയിൽ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണകൂടം അറിയിക്കുന്നത്. ആ രീതിയിൽ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു ഫിഞ്ചാലിൻ്റെ ചുഴലിക്കാറ്റിൻ്റെ മുൻകരുതൽ നടപടി എന്ന രീതിയിൽ എന്തായാലും ചെന്നൈയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. 7 ജില്ലകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. 13 ജില്ലകളിലേക്ക് മാറ്റുന്നു, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ആ രീതിയിൽ വലിയ തോതിലുള്ള യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം, അതിനെ നേരിടാൻ സമാനമായ സാഹചര്യം, ആ സാഹചര്യത്തെ നേരിടാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലായിരിക്കും, അതായത് ഓരോ സമയം കഴിയും തോറും ഈ കാറ്റിൻ്റെ വേഗം, അതുപോലെ തന്നെ അത് കര തൊടുമ്പോഴുള്ള വേഗം, ഇതിനെല്ലാം തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു നിലയുണ്ട്. ഇന്നലെ പറഞ്ഞിരുന്നത് 70 മുതൽ 90 കിലോമീറ്റർ വേഗം എന്നായിരുന്നു. അതായത് കര തൊടുമ്പോൾ 70 മുതൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. അത് ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് വളരെ പതുക്കെയാണ് കരയിലേക്ക് എത്തുന്നത്. അതായത് സഞ്ചാര വേഗമാണ് പറയുന്നത്, അത് വളരെ പതുക്കെയാണ് എത്തുന്നത്. അത് കൃത്യമായി തന്നെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നിലയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയ്ക്ക് പോണ്ടിച്ചേരിക്ക് സമീപത്തായാണ് ലാൻഡ്ഫാൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പോണ്ടിച്ചേരിയിലും പുതുച്ചേരിയിലും അതുപോലെ തന്നെ കാരക്കൽ മേഖലയിലുമുള്ള ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ നേരത്തെ തന്നെ മുൻകരുതൽ നടപടികൾ എന്നുള്ള നിലയിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല, ഈ തീരദേശ മേഖല എന്ന് പറയുന്നത്, പക്ഷേ നാഗപട്ടണം അതുപോലത്തുള്ള മറ്റ് മേഖലകളിലുമൊക്കെ അലേർട്ടുകൾ ഉണ്ട്. തഞ്ചാവൂർ പോലുള്ള മേഖലകളിൽ അലേർട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത ഈ തീരദേശ മേഖലയിലുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രാഥമികമായി എന്തായാലും ചെയ്തിട്ടുള്ളത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെയുണ്ട്. കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ മരം വീഴുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വളരെ വേഗത്തിൽ തന്നെ എത്തി ആക്ട് ചെയ്യാനുള്ള, രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. പരമാവധി ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് ഈ ഭരണകൂടങ്ങളെല്ലാം തന്നെ, ജില്ലാ ഭരണകൂടമാണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കുക, വീടുകളിൽ തന്നെ ഇരിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ജോലി
ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിർദ്ദേശം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ 2 ദിവസം കൂടി മഴ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കരയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലുള്ള മാറ്റമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ആക്ട് ചെയ്യുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ചുഴലിക്കാറ്റിന്റെ രൂപം മാറുന്നു, അതുപോലെ തന്നെ അതിന്റെ സഞ്ചാര വേഗത്തിലുള്ള മാറ്റം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ. കാരണം അടിക്കടി ഉണ്ടാവുന്ന ഈ മാറ്റം, ഈ രൂപമാറ്റം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഘട്ടത്തിൽ ഇത് പിൻവലിച്ചതാണ്, മുന്നറിയിപ്പ് പിൻവലിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും രൂക്ഷമായി തന്നെ ആയിരിക്കും അത് കരയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുക. അതിൻ്റെ ഒരു വേഗം എന്ന് പറയുന്നത് കൂടും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തുന്നു. എന്തായാലും വലിയ തോതിൽ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് കൃത്യമായി തന്നെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ശക്തമായ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിന്റെ അടിയന്തര മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃഷ്ണ. ശരി, മനീഷ് മൂർത്തിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.